Lights went down when you feel lost in your shadow. Don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You are not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഒരു റോഡ് ട്രിപ്പിന്റെ ഡേ 1 വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ട്രിപ്പ് പോകാണ്, 3 ദിവസത്തെ ട്രിപ്പാണ്. ട്യൂസ്ഡേ വൈകിട്ടാണ്. ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ വരെയുണ്ട്. അത് സാറ്റർഡേ, സൺഡേ സ്കൂളിൽ ലീവ് ആയതുകൊണ്ട് 2 ദിവസം കൂടെ ലീവുണ്ട്. ഇപ്പൊ കൊറേ ദിവസം കൊണ്ട് ലീവാണല്ലോ കൈവയ്യാണ്ട്. ഏജ് ജനിച്ചതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത്. അല്ലാതെ സിംഗിൾ ആയിട്ടൊക്കെ പോകും. അല്ലാതെ ഹയ കുഞ്ഞായിരുന്നപ്പോഴേ നമ്മള് പോയിട്ടുണ്ട്. മമ്മി നമ്മളൊക്കെ നല്ലയാ. അങ്ങനെ ഫെബ്രുവരി 24-ാം തീയതി വൈകിട്ട് ഞങ്ങൾ പപ്പയുടെ അമ്മയുടെ ഒക്കെ യാത്ര പറഞ്ഞ് വൈകിട്ട് ഒരു 6-6:30 ആയി കാണണം ഞങ്ങൾ യാത്ര തിരിച്ചപ്പോൾ 5 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ് നിന്ന് ഞങ്ങളാണ് എല്ലാ പ്രാവശ്യത്തെയും പോലെ കുറച്ചല്ലേ ലേറ്റ് ആയിട്ടുണ്ട്. ഇനി നേരെ കഴക്കൂട്ടത്തേക്കാണ്. അവിടെ നിന്ന് ജിൻസിയും വാവയും കയറി കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഹയ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വാവയുടെ കൂടെ ഹയ ആദ്യമായിട്ടാണ് യാത്ര പോകുന്നത്. അങ്ങനെ കഴക്കൂട്ടത്തേക്ക് എത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ ലഗേജും കുറെ ഉണ്ടായിരുന്നു. വാവയും കൂടെ ഉണ്ടായിരിക്കുമ്പോ പിന്നെ പറയണ്ടല്ലോ, അവർക്ക് ലഗേജ് എക്സ്ട്രാ ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ അവിടെ നിന്ന് നിൽക്കത്തില്ല വാവന്മാരൊക്കെ കൂടെ ഉള്ളപ്പോ. അപ്പൊ ഹൈക്ക് തന്നെ ഹൈ ഒരു ഫുൾ ബാഗാണ് പാക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരുവിധം ഞങ്ങള് എല്ലാം പാക്ക് ചെയ്ത് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത സമയത്തോട്ട് ഹൈക്ക് ഈസയ്ക്കും പറയാൻ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും അവരുടേതായ രീതിക്ക് ഒരു സൈഡിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഞങ്ങളും അങ്ങനെ സംസാരിച്ച് അങ്ങനെ പോവുകയാണ്. എനിക്ക് പേഴ്സണലി ഇതുപോലെ യാത്ര ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. കാരണം യാത്ര ഭയങ്കര ഈസി ആയിട്ട് തോന്നും. കാരണം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇറങ്ങാം, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ നമുക്ക് പോകാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് ഈ വീഡിയോ എൻഡ് വരെ കാണുമ്പോഴേക്കും മനസ്സിലാവും കേട്ടോ ഇത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്. അപ്പൊ പിള്ളേരൊക്കെ കൊണ്ടുപോകുമ്പം നമുക്ക് ഒരുപാട് അങ്ങ് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷെ അത് ഈസി ആയിരിക്കണം. തിരിച്ചെത്തുമ്പോഴും നമുക്ക് ആ യാത്ര ഭയങ്കര മനസ്സിനൊരു കുളിർമ നൽകണം. അതിനല്ലേ നമ്മൾ യാത്ര പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള യാത്ര പോകുമ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് തമിഴ്നാട് എത്തി. അപ്പൊ പിള്ളേർക്കൊക്കെ യാത്ര പോകുന്നതനുസരിച്ച് കുറച്ചായിട്ട് ഉറക്കം വരാനൊക്കെ തുടങ്ങി. അപ്പൊ ഉറങ്ങുന്നതിന് മുന്നേ എന്തായാലും ഫുഡെല്ലാം കഴിപ്പിച്ചിട്ട് ഇരുത്താന്ന് വിചാരിച്ചു. അത്യാവശ്യം ഇതിന് മുന്നേയും കയറി നല്ലതാണെന്ന് അറിയാന്നുള്ള ഒരു റെസ്റ്റോറന്റ് നോക്കി തന്നെ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് പിള്ളേർക്കും കൂടെ ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ട് ഞങ്ങളങ്ങനെ തമിഴ്നാടുള്ള സായ് കഫേ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിലാണ് കേട്ടോ കയറിയത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഹയാണ് നൂഡിൽസ് ഓർഡർ ചെയ്ത് കേട്ടോ. ഹയ അങ്ങനെ നൂഡിൽസ് ഓർഡർ ചെയ്ത് എന്തായാലും ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ആയിട്ട് കഴിക്കാനുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പ്ലേറ്റ് വാങ്ങി ഞങ്ങൾ 3 പേരും കൂടെ ഷെയർ ചെയ്ത് അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനങ്ങനെ വീഡിയോ ക്യാപ്ചർ ഇങ്ങനെയൊന്നും ഭയങ്കര പ്രോ അല്ലാത്തത് കാരണം ഞാൻ വീഡിയോ എടുക്കാൻ ചാരി വെച്ചിട്ട് നേരെ സ്ട്രെയിറ്റ് ഫോക്കസ് മുഴുവൻ ആ സോസിൻ്റെ ബോട്ടിലിൽ പോവാണെന്നൊക്കെ അങ്ങനെ എന്നെ കളിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ മാറ്റി അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ പിള്ളേരെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷമാണ് യാത്ര തുടരുന്നത്. കാരണം ഇനി നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലെത്താൻ എന്തായാലും 11 മണിക്കൂർ. അപ്പം നേരം വെളുക്കും നന്നായിട്ട്. 8-9 മണി എന്തോ ആവുമെന്നാണ്. പിള്ളേരെയും കൂടി ഒന്ന് ഫ്രഷ് ആക്കി കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങിക്കോളും. പിന്നെ വേറെ ബുദ്ധിമുട്ട് അവർക്കും ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല. നല്ല ഇങ്ങനെ സൈറ്റ് സീയിങ്ങിനൊക്കെ പോകുമ്പോൾ നല്ല ഉറക്കം കിട്ടിയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞ് ഫ്രഷായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവരും ഓക്കെ ആയിരിക്കും, നമ്മളും ഓക്കെ ആയിരിക്കും. അങ്ങനെ അതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട്
വീണ്ടും നമ്മൾ അപ്പൊ മാപ്പിൽ കണ്ടില്ലേ ഞാൻ പറഞ്ഞതുപോലെ 11 മണിക്കൂറും 31 മിനിറ്റുമാണുള്ളത്. രാവിലെ 9:23 ആയിക്കഴിഞ്ഞാലേ നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പോകുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഉറക്കം ഈസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ നമ്മളുടെയൊക്കെ ലക്ഷ്യം നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇന്ന സ്ഥലത്ത് പോയി ഇന്നടത്തെത്തണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ കേട്ടോ. പക്ഷെ എപ്പോൾ യാത്ര പോയാലും ഏട്ടനാണെങ്കിൽ മനസ്സിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട്, അതത്ര എനിക്ക് തന്നെ കവർ ചെയ്യണം. ഓൾമോസ്റ്റ് റിൻറ്റു അതുപോലെയാണെന്ന് തോന്നുന്നു. അവന് ഏറ്റവും ഉറക്കം വരുന്ന ആ ടൈം മാത്രമാണ് ഏട്ടൻ വണ്ടി എടുത്തത്. അപ്പോൾ ഇവരുടെ മനസ്സിലെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് എനിക്ക് തന്നെ കവർ ചെയ്യണം എന്നുള്ള രീതിക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് യാത്ര ചെയ്ത് തമിഴ്നാട് സത്യമംഗലം ഫോറസ്റ്റ് എത്താറായി കേട്ടോ. അപ്പോൾ ഫോറസ്റ്റ് എത്താറായപ്പോൾ രാവിലെ 6 മണിക്ക് മാത്രമേ അവിടെ നിന്ന് അങ്ങോട്ട് കടത്തി വിടത്തുള്ളൂ. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ വരെ നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഈ സമയത്തൊക്കെ ഞാൻ ഒരു അരമയക്കം എന്നുള്ള രീതിക്ക് ഇരിക്കുകയാണ് കേട്ടോ. ഹയ എൻ്റെ മടിയിൽ കിടന്നുറങ്ങുന്നു, എയ്സ് ജിൻസിയുടെ മടിയിൽ കിടന്നുറങ്ങുന്നു. ഞാനാണെങ്കിൽ ഇങ്ങനെ മയങ്ങിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പം എൻ്റെ നേരെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ ഗ്ലാസ്സിനപ്പുറത്ത് ഈ അഘോരി എന്ന് പറയുന്ന സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. കണ്ണ് തുറന്ന് കണി കണ്ടത് അതായിരുന്നു. ഞാൻ പെട്ടെന്ന് എനിക്ക് സൗണ്ട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ജിൻസിക്ക് എനിക്ക് കാണിക്കുകയും വേണം, ഞാൻ ജിൻസിയെ തോണ്ടി വിളിച്ചൊക്കെ ഇങ്ങനെ കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് കഴിഞ്ഞ് അങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തോ പറയാൻ, പിന്നെ നമ്മൾ സ്വപ്നം കണ്ടിട്ടുള്ള പോലത്തെ ഒരു യാത്ര എന്ന് വേണമെങ്കിൽ പറയും.